അപ്പോൾ ഇതാ കേട്ടോ നമ്മുടെ ആ ഒരു ബീച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതും കുടിച്ച് നമ്മളിത് ഇവിടെ സൺസെറ്റൊക്കെ കണ്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇല്ല നാളെ അഞ്ചെണ്ണം ഉണ്ട്. ബ്രെഡ് പോയി അല്ല പോയില്ലേ ബ്രെഡ് പോയില്ലേ പറഞ്ഞു ഇനി മൂന്നാമത്തെ ഇതിടാണ് നമ്മൾ. അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ നമ്മൾ ബാഗ ബീച്ചിലോട്ട് പോവുകയാണ്. ഇവിടുന്ന് ഏതാണ്ട് 90 കിലോമീറ്റർ അടുത്തുണ്ട്. നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് ഗോവയിലാണ്. ഇനിയിപ്പോൾ നമ്മൾ നോർത്ത് ഗോവയിലേക്കാണ് പോകുന്നത്. അവിടെയാണ് കേട്ടോ നമ്മുടെ ആ ഒരു ബീച്ചുള്ളത്, ബാഗ ബീച്ച്. ഇപ്പോൾ സമയം ഒരു 2:45 ആയിട്ടുണ്ട്. ഇവിടുന്ന് 2.5 മണിക്കൂറുണ്ട് ഡ്രൈവ്. എന്തായാലും നമ്മളെല്ലാവരും ഫുൾ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ എനിക്ക് ഇതൊന്ന് മാറണം. ഇത് മാറിയിട്ട് നമ്മുടെ ഷൂസ് എടുത്തിടണം. എന്നിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ, കാണുന്ന പോലൊന്നുമല്ല. ഇതിപ്പോൾ ഏതാണ്ട് 33 ഡിഗ്രി അടുത്തുണ്ട്. സോ ഓൾമോസ്റ്റ് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോകാം. വണ്ടിയുടെയൊക്കെ ഒരു കോലം നോക്കിക്കോണേ. ഇത് കണ്ടോ, ഫുള്ള് പൊടിയാണ്, ഒരു വൃത്തിയിട്ട പൊടിയാണ്. ഇതുണ്ടോ, ഇവിടെ വരുന്ന വഴിക്ക് ഫുള്ള് ബ്ലോക്കാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, പിന്നെ വലിയ ബ്ലോക്കാന്ന് നമ്മൾ ശരിയാട്ടോ. ആ വണ്ടി തന്നെ റൂമിന്റെ അവിടെ തൊട്ടടുത്ത് ബസ് സ്റ്റോപ്പാണ്. ഇവിടെ റോഡ് പണിയാണ്, അതിൻ്റെ ആട്ടോ ഈ തിരക്ക്. നമ്മളിത് ഇപ്പം പൊക്കോണ്ടിരിക്കുന്ന ഈ ഒരു റോഡും കാര്യങ്ങളൊക്കെ നോക്കിയത്. അവിടെ വലിയൊരു പാലമൊക്കെ പണിയുന്നുണ്ട് കേട്ടോ. ഓ അതിൻ്റെ അകത്തൂടെ നമ്മൾ പോകുന്നത്. കുഴപ്പമില്ല. ഇത് എന്നാ കമ്പിയാന്ന് നോക്കി, എന്നാ വലിയ പാലമല്ലേ. പണിയൊക്കെ നടക്കുന്നതേ ഉള്ളൂ. കൊള്ളാം. സോ വണ്ടി നമ്മളിത് അവിടെ പാർക്ക് ചെയ്തു. എന്നിട്ട് നേരെ ബീച്ചിൻ്റെ അങ്ങോട്ട് പോവാണ്. ശരിക്കും ഇത് ബാഗ ബീച്ചിലേക്ക് അല്ല ഇപ്പം പോകുന്നത്. ഇവിടെ അടുത്ത് വേറൊരു ബീച്ചുണ്ട്. അയ്യോ ആ ബീച്ചിൻ്റെ പേര് മറന്നുപോയി. അപ്പോൾ ആ ഒരു ബീച്ചിൻ്റെ അടുത്ത് നിന്നിട്ട് ഞാൻ പേര് പറയാം കേട്ടോ. അപ്പോൾ ആ ഒരു ബീച്ചിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. ഇത് ഇവിടെയൊക്കെ കുറേ പള്ളിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കലിങ്കോട്ടെ ബീച്ചിലേക്കാണ്. അവിടുന്ന് കുറച്ച് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ബാഗ ബീച്ചിലേക്കും പോകാം. ഇപ്പം വണ്ടിയും കൊണ്ട് അങ്ങോട്ട് പോകാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫുള്ള് ബ്ലോക്കായിരിക്കും. കാരണം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഫുള്ള് ബ്ലോക്കാകാൻ ചാൻസ് ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ കാണും. സോ എന്തായാലും നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് നടന്നു പോവാം. അങ്ങനെ ഓൾമോസ്റ്റ് നടന്ന് നമ്മളിത് ബീച്ചിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വൻ പാട്ടൊക്കെ ഉണ്ടല്ലോ. എൻ്റെ എന്നോ കോപ്പിറൈറ്റ് കിട്ടുമോ ആവോ. ഭയങ്കര തിരമാലയാ. സമയം എത്ര? 5:30 സമയം 5:30 ആയില്ലേ. ഓ ഇത് കൊള്ളാം കേട്ടോ. ഈ ഒരു സൈഡിൽ കൂടെ ഈ ചെടി വെച്ചേക്കുന്നത്. കല്ല് വിട്ടിട്ടുണ്ട്. കേട്ടോ ബീച്ചിലേക്കുള്ളൊരു വ്യൂ. ഇവിടെ ഞാൻ ചാടാടാ. ആൾക്കാരൊക്കെ വെള്ളത്തിലുണ്ടല്ലോ. പാരാഗ്ലൈഡിങ് ഉണ്ടല്ലേ. ആ അതേണ്ട ഇഷ്ടം പോലെ അവന്മാർ. ഇത് പാരാഗ്ലൈഡിങ് അല്ല, ഇത് മറ്റേ ബോട്ടേന്ന് ഇങ്ങനെ പോകുന്നതാ. ആ അപ്പൊ ഇതാ കേട്ടോ നമ്മുടെ ആ ഒരു ബീച്ച്. അവിടെ എല്ലാം മറ്റേ ബോട്ടേ പോകുന്ന ആ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഉണ്ട്, ദേണ്ട ഇപ്പോട്ടുണ്ട്, ഇതുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. എല്ലാ ഏരിയയിലും നമുക്ക് കാണാൻ പറ്റും. മോനൂസേ ഇങ്ങനെ കിടക്കുന്നത്. നമ്മളിത് ജസ്റ്റ് ഇവിടെ വന്ന് ഇരുന്നു. ഇവിടെ ഇരുന്നിട്ടൊരു കോക്ക് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതും കുടിച്ച് നമ്മളിത് ഇവിടെ സൺസെറ്റൊക്കെ കണ്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു സൺസെറ്റിൻ്റെ ഒരു ടൈം ലാപ്സ് കണ്ടിട്ട് വാ.
ഗൈസ്, നമ്മളപ്പം ഇവിടെയാണ് ഇരുന്നത്. സൺസെറ്റ് ഫുള്ള് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. കാരണം അവിടെ നിന്ന് ഒത്തിരി വീഡിയോ എടുക്കൽ നടക്കത്തില്ലായിരിക്കും. കാരണം ഫുള്ള് പാട്ടും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് വണ്ടിയുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ റൂമിലേക്ക് പോകാം. സമയം ഇപ്പം 9 മണിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ പോയിട്ട് വല്ലതും കഴിക്കണം. അത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് റൂമിലേക്ക് പോകാം കേട്ടോ. ഇതാ ഗോവയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ തുള്ളി മഴകളും നമ്മുടെ കാറിൽ വീണുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തിരിച്ച് നമ്മൾ റൂമിൽ വന്നിട്ടുണ്ട്. വണ്ടി അവിടെ കൊണ്ടിട്ടു. ഇനിയിപ്പോൾ നമുക്ക് നേരെ റൂമിലേക്ക് പോകാം. ഇനിയിപ്പം വേറെ പരിപാടിയൊന്നുമില്ല. കാരണം നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഫുഡ് ഇവിടുന്ന് തന്നെ ഉണ്ടാക്കണം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ മാഗിയും പിന്നെ ഒരു 2 ബ്രെഡ് ഓംലെറ്റും ഒക്കെ ഉണ്ടാക്കാനാണ് പ്ലാൻ. അപ്പോൾ അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. ഞാനത് കൂടെ കാണിക്കാം കേട്ടോ. ചുമ്മാ ഒരു എൻ്റർടൈൻമെൻറ്റ്, ജസ്റ്റ് ബോയ്സ് എങ്ങനെ കുക്ക് ചെയ്യും എന്ന് നിങ്ങൾക്ക് ഇന്ന് കണ്ടറിയാം. അതായത് ഞങ്ങൾ എങ്ങനെ കുക്ക് ചെയ്യും എന്ന് നിങ്ങൾക്ക് കണ്ടറിയാം. എന്നില്ലേ, മാഗിയും സംഭവങ്ങളും എല്ലാം ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഉപ്പ് ഇരിപ്പുണ്ട്, ഇതിരിപ്പുണ്ട്, നമ്മുടെ പെപ്പർ ഇരിപ്പുണ്ട്, അതുപോലെ തന്നെ ഇതും ഇരിപ്പുണ്ട്, വെളിച്ചെണ്ണ. പിന്നെ നമുക്ക് അപ്പം എങ്ങനെ ഇന്ന് നമുക്ക് കുക്കിംഗ് ചാനൽ തുടങ്ങിയാലോ? ഇനിയിപ്പം കുക്കിങ്ങിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അത് വേണ്ട വേണ്ട. അപ്പോൾ നമ്മളിത് സാധനമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിന് തീ കത്തിച്ചു. ഇനിയിപ്പോൾ ഇതിനും കൂടെ തീ കത്തിക്കട്ടെ കേട്ടോ. ഇത് നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് ഉള്ളതാണ്. ഇതിൻ്റെ അത് വെള്ളമൊക്കെ ഒഴിച്ചു കേട്ടോ. കഴുകി. ഓക്കെ, ഇതൊന്ന് ചൂടായിട്ട് വേണം നമുക്ക് ജസ്റ്റ് എണ്ണയൊന്ന് ഒഴിച്ചിട്ട് സെറ്റാക്കാൻ. അപ്പം ഗോകുൽ നമ്മുടെ മാഗി പൊട്ടിച്ച് സെറ്റാക്കുവാണ്. ഇതേപോലെ അങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് ഇട്ടങ്ങോട്ട്. നീ എല്ലാവരും പോടാ. പൊളിച്ചങ്ങോട്ട് ഇട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം. ഇല്ല, അത് ഇടണ്ട, അത് നമുക്ക് രണ്ടാമത് ഇടാം. എല്ലാം കൂടെ ചേർത്തില്ലായിരിക്കും, ഇത് പറ്റില്ല. ഞങ്ങൾ 3 the people. നീയും കുടിക്കോ? 4 the people ആക്കാം. എണ്ണ അയ്യേ, ഇത് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാം നമുക്ക്. എണ്ണ ഇങ്ങോട്ട് നമ്മളിത് എണ്ണ ഒഴിക്കുവാണ്. ബോയ്സ് കുറച്ചുകൂടെ ഒഴിക്കും. അത് മതി, ഒത്തിരി ആയി കഴിഞ്ഞ് അത് സ്പൂണും കൂടെ എടുത്ത് തരുമോ? എന്തിനാ പിന്നെ ഇത്രയും എന്നാടാ ഗോകിലേ വെള്ളം വീണല്ല. ഇതവിടെ അങ്ങനെ വെച്ചത്. ഓക്കെ, അപ്പം നമ്മളിതാ മുട്ട പൊട്ടിച്ചൊഴിക്കുവാണ്. ഗുയ്സ്, മുട്ടയൊന്നും അത്ര കറക്റ്റായിട്ടൊന്നും അല്ലായിരിക്കും, നിങ്ങൾ കാര്യമാക്കണ്ട. ഇല്ല, 4-5 ഉണ്ട്. എടാ ബ്രെഡ് ഇടാ കോഴി, അല്ല കോയിലേ ബ്രെഡ് ഇടാ കോയിലേ. ആ അത് കുഴപ്പമൊന്നുമില്ല, നമുക്കിങ്ങനെ മതി. ബ്രെഡ് ഇട് പെട്ടെന്നിട്. ഇത് എങ്ങോട്ടാണ് നീ പിടിക്കുന്നത്? പിന്നെ ഈ ബ്രെഡ് അത് കിട്ടോ, ഇതല്ലേ മറ്റേ നമ്മൾ നല്ല പ്രൊഫഷണലായിട്ടായിരിക്കണം ഗൂഗിളിൽ ഉണ്ടാക്കണ്ടേ. തവി 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 ആയിക്കോട്ടെ. 4-5 പേര് വേണമല്ലോ. എല്ലാം വേണം, ആൾക്കാർ വേണം. പൊട്ടിപ്പോയി, അത് കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ അത് മറിക്കുന്നതാണ് പാട്.
ഞാൻ പറഞ്ഞേ വേണ്ട പാത്രം വേണം. തിരിച്ചെടുക്കട്ടെ. പ്രൊഫഷണലായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്, ആരും കുറ്റം പറയരുത്. എടാ ഇന്നലെ ഉണ്ടാക്കി എന്നിട്ട് നീയൊക്കെ ഇരുന്നടിക്കുന്നുണ്ടായിരുന്നല്ലോടാ. നീയല്ല നീ എനിക്കറിയാം കേട്ടോ, ഇത്ര നീയാങ്കി എനിക്കറിയാം കേട്ടോ. ഇതിനാ ഇനി എന്താകുന്നേ? ചേട്ടാ ഇത് തിന്നാണോ? അല്ല നീ വെച്ചേക്കുന്നു. ഇത് മൊത്തം ഉണ്ടാക്കാൻ നീ ഇവിടുന്ന് എങ്ങാനും അനങ്ങിയ മൊത്തോ? എനിക്ക് അത്ര നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് റെഡി. പാത്രം റെഡി. താഴെ വെക്കാം, എൻ്റെ കൈ ഉള്ളു. അത് നീ എന്നെ എടുക്കുന്നേ എടുക്കുന്നൊക്കെയുണ്ട്. നീ നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് റെഡി. എങ്ങനെയുണ്ട്? കുറച്ച് ഇതും കൂടെ ഇട്. പെപ്പർ ഇടൂ. അഭിപ്രായം പറയൂ. തിന്നിട്ട് പോരെ? തിന്നിട്ട് അഭിപ്രായം പറഞ്ഞാൽ പോരെ? സൂപ്പർ. സൂപ്പർ. ഇരാതെ വേണേ വാടാ. അല്ല ഇതിപ്പം സൂപ്പറാണ് അല്ലേ? സൂപ്പർ അല്ലേടാ? സൂപ്പർ. ഇപ്പൊ നമ്മുടെ മാഗിയൊക്കെ ഇവിടെ റെഡി ആകുന്നുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത ബ്രെഡ് ഓംലെറ്റിന് വേണ്ടി നമ്മുടെ ഗോകുൽ ഇതാ മുട്ട ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പോലെ ഒന്നും കാണിക്കരുത് കേട്ടോ, ബോഡി ഷോ വിത്ത് മസിൽസ്. അപ്പൊ നമ്മള് അടുത്ത സാധനം സെറ്റ് ചെയ്യാൻ പോവാണ്. പ്ലീസ് ഇങ്ങോട്ട് കോഴി, ഇങ്ങോട്ട് സാധനം ഇങ്ങോട്ട് ഇവിടെ സാധനം കൊണ്ടുപോടാ. കോഴിയുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഇതാ കേട്ടോ. അങ്ങനെ ഉണ്ടാക്കാം. അതാണ് കോഴിയുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഇതാണ്. സോറി കേട്ടോ, ഗോകുലിന്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള മുട്ടയിടലാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. മുട്ടയിടലല്ല, മുട്ടയിലുണ്ടാക്കുന്ന ബ്രെഡാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഇത് പറഞ്ഞു ഇനി മൂന്നാമത്തെ ഇതിടമാണ്. നമ്മൾ 2 ആയിരുന്നു നേരത്തെ ഉണ്ടാക്കിയത്. ഇത് എനിക്കുള്ളതാണ് ഗൈസ്. അതെ ഇത് കിട്ടിയത് തന്നെ. ഇതേ അവിടെ മസാലയൊക്കെ ഇട്ട് സെറ്റാട്ടോ. ഇടയില്ല, തീർന്നു പോയി. അത് ഞാൻ നീക്കി തരാം. വേണ്ട ഞാൻ നീക്കൊള്ളാം. എനിക്ക് ഒഴി അങ്ങോട്ട് ബാക്കി. എടാ ഒരു മുട്ടയും കൂടി ഇല്ലേടാ? 2 ഉണ്ടല്ലേ? നീ ഒരെണ്ണത്തിലാണ് ഇത് ഉണ്ടാക്കിയത്? ശരി. എടാ അത് ഒരെണ്ണം കൂടെ, നീ ഒരെണ്ണം ഇങ്ങെടുത്ത് ഒരെണ്ണം കൂടെ പിടിച്ചു. അപ്പൊ ഇതും കൂടെ സെറ്റ് ആയിട്ട് കേട്ടോ. ഓക്കെ ബൈ. ഇത് ഉണ്ടാക്കി എന്റെ പയറൊക്കെ മാറ്റി. നീ ഉണ്ടാക്കിയെന്ന് പറയുന്നത് നിന്നോട് തിന്നാലോ പട്ടി. അപ്പൊ നമ്മുടെ അടുത്ത സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ സാധനം ഓക്കെയാണ്. നമ്മളിനി ഗോകുലിന്റെ ഐഡിയ കേട്ടോ ട്രൈ ചെയ്യുന്നേ. തീർന്നു ഇത്ര. അപ്പൊ നമ്മുടെ ബ്രെഡ് സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മള് അഞ്ചില്ലല്ലോ, 4 എണ്ണത്തിലല്ലേ സെറ്റ് ചെയ്ത്? 3 എണ്ണത്തിലാട്ടോ ഇത്ര ഉണ്ടാക്കിയത്. ബാക്കി മാഗി ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഗോകുൽ ഇവിടെ പാത്രം ഒരച്ച് കഴുകുകയാണ്. ഇങ്ങോട്ട് അങ്ങോട്ട് നമുക്ക് കുറച്ച് പെപ്പറും കൂടെ ഒഴിക്കല്ല ഇടാം. അപ്പൊ നമ്മുടെ മാഗിയും റെഡി ആയിട്ടുണ്ട്. അടുത്ത മാഗി അല്ല ഒരെണ്ണം കൂടെ വേണ്ടേ? വെള്ളം എന്തിയടാ? ഇതേ ഇരിക്കുന്ന എടാ നമ്മുടെ കുക്കിംഗ് വീഡിയോ ഇന്ന് ഫേമസാ. പിന്നല്ല, അത്രേ ഉള്ളൂ. അങ്ങോട്ട് ഒഴി അങ്ങോട്ട്. ഒച്ച വേണോടാ, ഒച്ച വേണം. നമ്മുടെ നാരങ്ങ വെള്ളത്തിനുള്ള എല്ലാം ഇവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാഗി ഇവിടെ ഉണ്ടാക്കി സെറ്റാക്കി എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ബ്രെഡ് ഓംലെറ്റ് എന്ന് പറഞ്ഞൊരു പ്രത്യേകതരമൊക്കെയാണ്. അത് ഓൾമോസ്റ്റ് തീർന്നു. ഈ മൊത്തം നാരങ്ങ പിഴിഞ്ഞിട്ട് ഇതാട്ടോ. ഇതെല്ലാം എന്തായാലും കഴിക്കട്ടെ. അവിടെ അവന് ആക്കിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതും കൂടെ വരട്ടെ. അപ്പോൾ ഇതെല്ലാം കഴിച്ചിട്ട്
കാണാം. ബൈ. അപ്പോൾ നമ്മളിത് ഫുഡും പരിപാടിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതിവിടുത്തെ ചെറിയൊരു പൂളാട്ടോ. അപ്പോൾ ഇനിയിപ്പം വേറെ പരിപാടിയൊന്നുമില്ല. നമ്മൾ നാളെ രാവിലത്തേന് തിരിച്ചു പോകും. അതായത് നാളെ ഞായറാഴ്ചയാണ്. ഞായറാഴ്ച രാവിലെ ഇവിടുന്ന് പോകും. നേരെ തിരിച്ച് വീട്ടിലേക്കാണ് പോകുന്നത്. അതായത് ബാംഗ്ലൂർ വഴി വീട്ടിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് 1100 കിലോമീറ്ററുണ്ട്. 20 മണിക്കൂർ, അതായത് 19 എത്രയോ മണിക്കൂറാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ആ കാര്യം നമുക്ക് നാളത്തെ വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ബൈ ബൈ, ടാറ്റാ.